ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോളിടെക്നിക് ഡിപ്ലോമ അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. polyadmission.org എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണാം. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഉണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് കോളേജാണ് കിട്ടിയത്, ഏത് കോഴ്സാണ്, എത്രാമത്തെ ഓപ്ഷനാണ്, ഏത് കാറ്റഗറിയാണ്, സ്ട്രീം, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ചെക്ക് യുവർ റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. നിങ്ങളുടെ ഫൈനൽ റാങ്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സ്ട്രീം 1ൻ്റെയും സ്ട്രീം 2ൻ്റെയും റാങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്ന അപേക്ഷകർ അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ആപ്ലിക്കേഷനിൽ പ്രതിപാദിച്ചിട്ടുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി ഫീസ് അടച്ച് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്രകാരം ചെയ്യാത്ത അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിന്നും അവരെ ഒഴിവാക്കുന്നതുമാണ്. അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ അവരുടെ താഴോട്ടുള്ള അതായത് ലോവർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ആയി പോകും. അവർക്ക് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുത്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അതത് കോളേജുകളിൽ പോയി എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനലുമായി അതുപോലെ നിങ്ങൾ ഫീസും അവിടെ മുഴുവൻ ഫീസും അടയ്ക്കേണ്ടതാണ്. അങ്ങനെ അടച്ച് നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അങ്ങനെ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ നമ്മുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിൻ്റെയും ഗവൺമെൻറ് എയ്ഡും IHRD എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഫീസ് എത്രയാണെന്നൊക്കെ തിരക്കിയിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരായ അപേക്ഷകർക്ക് അത് ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ പ്രതിപാദിച്ചിട്ടുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജിൽ ഹാജരായി ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടാവുന്നതാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ അല്ലാതെ മറ്റേതെങ്കിലും ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ രണ്ടാമത്തെ ഓപ്ഷൻ മുതൽ താഴോട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് ആ ഒരു കോളേജ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ആ ഒരു കോളേജ് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടം, അത് പോകാൻ താല്പര്യമാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അതത് കോളേജുകളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റുകളും അതായത് ഫീസും എല്ലാം അടച്ച് നിങ്ങൾക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അടുത്ത കാറ്റഗറി ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നിലനിർത്തുകയും എന്നാൽ ഉയർന്ന ഓപ്ഷനുകളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നതുമായ അപേക്ഷകർ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് എയ്ഡഡ് IHRD പോളിടെക്നിക്കിൽ ഏതെങ്കിലും ഒന്നിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി വെരിഫിക്കേഷൻ നടത്തി സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകുന്നതാണ്, രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള അപേക്ഷകർ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുക്കേണ്ടതും അല്ലാത്ത പക്ഷം അലോട്ട്മെൻറ്റ് റദ്ദാകുന്നതുമാണ്. അപ്പോൾ ഇത് പറയുന്നത് ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ്. ആ ഒരു കോളേജ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എയ്ഡഡ് IHRD പോളിടെക്നിക് എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇതുപോലെ തന്നെ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളെല്ലാമായിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാമായിട്ട് പോയി നിങ്ങൾ അവിടെ വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. എന്നിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓക്കെ. നിങ്ങൾ ഫീസ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് പോവുക, നിങ്ങൾ അവിടെ വെരിഫിക്കേഷൻ നടത്തി നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അവർ ചെക്ക് ചെയ്തിട്ട് അത് തിരിച്ചു തരും. ഓക്കെ. അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ഒരു ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് മാറേണ്ട വരും. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എടുത്ത കോളേജ് നിങ്ങൾക്ക് ക്യാൻസൽ ആയി പോകും. അതല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് വേറെ കോളേജൊന്നും കിട്ടിയില്ലെങ്കിലോ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് തുടരാവുന്നതാണ്. നിങ്ങൾക്കത് നഷ്ടപ്പെടില്ല. അതിനാണ് നിങ്ങൾ ടെമ്പററി ആയിട്ട് അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റിൽ താല്പര്യമില്ലാത്തവരും ഉയർന്ന ഓപ്ഷൻ മാത്രം പരിഗണിക്കുന്നവരും നിലവിൽ ഒന്നും ചെയ്യേണ്ടതില്ല. അവർക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. അതായത് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഈ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾ ടെമ്പററിയോ പെർമനൻ്റോ അഡ്മിഷൻ എടുക്കുന്നില്ല. നിങ്ങളുടെ ഹയർ ഓപ്ഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിൽ ഏതെങ്കിലും കോളേജ് കിട്ടാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക.
അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് അവരുടെ നിലവിലെ ഓപ്ഷനുകൾ പുനഃക്രമീകരണം ചെയ്യുന്നതിനോ ഒഴിവാക്കുന്നതിനോ അഡ്മിഷൻ പോർട്ടൽ പാർഷ്യൽ ക്യാൻസലേഷൻ ഓർ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻസ് എന്ന ലിങ്ക് വഴി സാധിക്കുന്നതാണ്. അപ്പം അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനും സാധിക്കും. അതിൻ്റെ ലിങ്കാണ് പറയുന്നത് പാർഷ്യൽ ക്യാൻസലേഷൻ അല്ലെങ്കിൽ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് നിങ്ങളുടെ വെബ്സൈറ്റിലുണ്ടാവും, അഡ്മിഷൻ പോർട്ടലിലുണ്ടാവും. അത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ പുതിയതായിട്ട് നിങ്ങൾക്ക് കോളേജുകൾ ആഡ് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു കാര്യം ഓർക്കുക. അഡ്മിഷൻ എടുക്കാനോ രജിസ്റ്റർ ചെയ്യാനോ താല്പര്യമുള്ളവർ 4/7/2024 4 മണിക്ക് മുൻപ് ചെയ്യേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് അവരുടെ ഉയർന്ന ഓപ്ഷനുകൾ ഓൺലൈനായി പുനഃക്രമീകരണം നടത്താവുന്നതാണ്. അപ്പോൾ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 4/7/2024 വൈകുന്നേരം 4 മണി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ എടുക്കാനുള്ള ടൈം പറയുന്നത്. അതിന് മുൻപേ എടുക്കുക. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് അവരുടെ ഉയർന്ന ഓപ്ഷനുകൾ ഓൺലൈനായി പുനഃക്രമീകരണം നടത്താവുന്നതാണ്. നിങ്ങൾക്ക് ഫോണിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, അക്ഷയയിലൊന്നും പോകണമെന്നില്ല, ഫോണിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓരോ കോളേജിലും ഓരോ കോഴ്സിനും ഏതൊക്കെ കുട്ടിക്കാണ് ലാസ്റ്റ് അവിടെ അഡ്മിഷൻ ലഭിച്ചതെന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തവരാണ്, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സും ലാസ്റ്റ് റാങ്കും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിലുള്ള ഷെഡ്യൂൾ പ്രകാരം നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 10/7/2024 അത് വരുന്ന ടൈമിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.